നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇ.ഡി. അറസ്റ്റിനെതിരെ സുപ്രീം കോടതി നൽകിയ റിട്ട് ഹർജി പിൻവലിച്ച് അരവിന്ദ് കെജ്രിവാൾ. ഇ.ഡി. തടസ്സ ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഈ നടപടി. കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചു. അല്പസമയത്തിനകം കേസ് കോടതി പരിഗണിക്കും. അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ബി.ജെ.പി. ഓഫീസിലേക്കുള്ള ആം ആദ്മി പ്രവർത്തകരുടെ മാർച്ച് തടഞ്ഞ പോലീസ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, അതിഷി മർലേന എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. അറസ്റ്റ് ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. കേരളത്തിന് വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു. അറസ്റ്റിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ആർ രാകേഷ് ആയിരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാകേഷ്, വളരെ കൃത്യമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതേ തുടർന്നുണ്ടായ നാടകീയ രംഗങ്ങൾ, പ്രതിഷേധങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചു. ഈ ദിവസം ഇന്ന് രാജധാനിയിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന്. ആദ്യം തന്നെ കോടതിയിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ വ്യക്തമാക്കാം. എൽദോ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അതായത് വിചാരണ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അല്പസമയത്തിനും തന്നെ കോടതി ഈ കേസ് ഹർജി പരിഗണിക്കും. ഇ.ഡി. മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരിക്കും മുന്നോട്ട് വെക്കുക. അതായത് 10 ദിവസമെങ്കിലും കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കും. നേരത്തെ കെ കവിതയുടെ കേസിലും സമാനമായൊരു വാദം ആയിരുന്നു ഇ.ഡി. മുന്നോട്ട് വെച്ചിരുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് 7 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. അപ്പോൾ ഇന്ന് കെജ്രിവാളിന്റെ കാര്യത്തിലും ആ നിലപാട് തന്നെയായിരിക്കും ഇ.ഡി. സ്വീകരിക്കുക. ഒപ്പം ഈ മദ്യനയ അഴിമതി കേസിന്റെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാൾ ആണെന്ന ആരോപണമാണ് ഇ.ഡി. ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കെ കവിത 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് നൽകി എന്നും കൂടി ഇ.ഡി. പറയുന്നുണ്ട്, ഇ.ഡി. ആരോപിക്കുന്നുണ്ട്, ഇ.ഡി. ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരെയും, കെ കവിതയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. വിശദമായി ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 10 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. സ്വാഭാവികമായും ഇതിനെ കേജ്രിവാളിന്റെ അഭിഭാഷകർ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? ഒപ്പം സ്വാഭാവികമായും ഈ ഇ.ഡിയുടെ നീക്കത്തെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യം കേജ്രിവാളിന്റെ അഭിഭാഷകർ സ്വീകരിച്ചിരുന്ന പ്രധാനപ്പെട്ട നിലപാട് ഇന്ന് സുപ്രീം കോടതിയെ വിഷയം അറിയിക്കുക എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. രാവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെ റിട്ട് ഹർജിയുടെ കാര്യം ഉന്നയിച്ചു. എന്നാൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് പ്രത്യേക ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം. തുടർന്ന് ഈ ബെഞ്ച് പരിഗണിക്കും, 3-അംഗ ബെഞ്ച് ഹർജി പരിഗണിക്കും മുമ്പ് തന്നെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി ഈ ഹർജി പിൻവലിക്കുകയാണെന്ന് വ്യക്തമാക്കി. കാരണം ഒരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇന്ന് വിചാരണ കോടതി മുമ്പാകെ ഇ.ഡിയുടെ അപേക്ഷ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് രണ്ടും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ആദ്യം ഇ.ഡിയുടെ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ നടപടികൾ കഴിയട്ടെ, അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഹർജി റിട്ട് പെറ്റീഷൻ പിൻവലിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഇ.ഡി. ഇന്ന് മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണം. കാരണം ഈ കേസിന്റെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണെന്ന വാദമായിരിക്കും മുന്നോട്ട് വെക്കുക. അതിനെ എതിർക്കുന്ന നിലപാട് ഏതായാലും കെജ്രിവാളിന്റെ അഭിഭാഷകരും കോടതിയിൽ സ്വീകരിക്കും. ഇപ്പോൾ കെജ്രിവാളിനെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എൽദോ, രാകേഷ്, ഈ പ്രധാനമായും റോസ് അവന്യൂ കോടതിയിൽ നിന്നുള്ള നടപടിക്രമത്തെക്കാൾ ഉപരിയായി ആം ആദ്മി ക്യാമ്പ് അവർ പ്രതീക്ഷ വെച്ചിരുന്ന സുപ്രീം കോടതി നൽകിയ ഹർജിയിലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇരട്ട് ഹർജി പിൻവലിക്കുന്ന ഒരു സംഭവം, അതിൽ നൽകിയ വിശദീകരണമൊക്കെ അത് എത്രത്തോളം സാധൂകരിക്കുന്നതാണ്? പ്രത്യേകിച്ചും നമുക്കറിയാം ആം ആദ്മി പാർട്ടിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നു സുപ്രീം കോടതിയിലേക്ക്. എൽദോ, അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് ഹൈക്കോടതി സംരക്ഷണം നൽകാനാകില്ല എന്നൊരു നിലപാട് ഹൈക്കോടതി ഇന്നലെ സ്വീകരിച്ചിരുന്നു. പക്ഷെ അതിനുള്ള അപ്പീലല്ല, പകരം റിട്ട് ഹർജിയാണ് നൽകിയിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെയാണ് കെ കവിതയുടെ ജാമ്യ ഹർജി വന്നത്. അതിൽ കോടതി ഒട്ടും അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരുന്നത്. അതായത് പ്രോട്ടോകോൾ ലംഘിക്കാൻ കഴിയില്ല, ഹൈക്കോടതിയിൽ പോകണം എന്ന നിർദ്ദേശമാണ് ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് മുമ്പാകെ കെജ്രിവാളിന്റെ ഹർജി ഉന്നയിച്ചു, അത് മെൻഷൻ ചെയ്തു. അതിനുശേഷം ചീഫ് ജസ്റ്റിസും വ്യക്തമാക്കിയത് ഈ പ്രത്യേക ബെഞ്ച് മുമ്പാകെ, സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് മുമ്പാകെ സമീപിക്കാനായിരുന്നു. അപ്പോൾ സമാനമായ കേസിൽ തന്നെ ആ കോടതി വിധി പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഉത്തരവുണ്ടായിട്ടുള്ളതാണ്, ജാമ്യം നൽകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും
കെജ്രിവാളിന്റെ ഹർജി പരിഗണനയ്ക്ക് വന്നാലും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുണ്ടായേക്കാം എന്നുകൂടി കണക്കുകൂട്ടിക്കൊണ്ടായിരിക്കാം ഈ ഹർജി പിൻവലിച്ചത്. മാത്രമല്ല ED ഒരു തടസ്സ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യം എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഹർജി പിൻവലിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും റോസ് അവന്യൂ കോടതിയിൽ എന്ത് സംഭവിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള ആം ആദ്മി പാർട്ടിയുടെ നീക്കം. ഏതായാലും അഭിഷേക് സിംഗ്വിയും ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ എത്തിയിട്ടുണ്ട്. കെജ്രിവാളിന് വേണ്ടിയുള്ള വാദങ്ങൾ അവതരിപ്പിക്കുക, കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്നത് അഭിഷേക് സിംഗ്വിയാണ്. സ്വാഭാവികമായും ED അതിനെ എതിർക്കുന്ന നിലപാട് കോടതിയിൽ സ്വീകരിക്കും. കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യത്തിൽ ED ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. രാകേഷ് പറഞ്ഞത് വ്യക്തമാണ്. പക്ഷെ അപ്പോൾ പോലും ഈ കവിതയെ പോലത്തെ ഒരു സിനാരിയോ അല്ലല്ലോ അവിടെ. അത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അറസ്റ്റ് ആയിരിക്കുന്നത്. അതിന്റെ ഒരു അടിയന്തര സാഹചര്യം പ്രാധാന്യമൊക്കെ കണക്കാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ റോസ് അവന്യൂ കോടതിയിൽ നിന്ന് അത്ഭുതങ്ങൾ ആം ആദ്മി പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ? അരവിന്ദ് കെജ്രിവാളെങ്കിലും നേരത്തെ കെജ്രിവാൾ തന്നെ നേരിട്ട് ഹാജരാകും കേസ് വാദിക്കാൻ എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അഭിഷേക് സിംഗ്വി ഏതായാലും ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അഭിഷേക് സിംഗ്വി തന്നെയാണ് കേജ്രിവാളിന് വേണ്ടി ഇപ്പോൾ ഏതായാലും റോസ് അവന്യൂ കോടതിയിൽ ഹാജരാകുന്നത്. കേജ്രിവാൾ അല്ല, മറിച്ച് അഭിഷേക് സിംഗ്വി തന്നെയാണ് ഹാജരാകുന്നത്. ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അല്പസമയത്തിനകം തന്നെ ഇതിലൊരു തീരുമാനം, കോടതി ഉത്തരവുണ്ടാകും. സ്വാഭാവികമായും കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. മുൻപൊക്കെ സമാനമായ കേസിൽ അത്തരമൊരു നടപടികളിലേക്കാണ് കോടതി പോയിട്ടുള്ളത്. അതായത് ചോദ്യം ചെയ്യണമെന്ന ആവശ്യം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ തെളിവുകൾ, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന നിലപാട് സ്വാഭാവികമായും ED മുന്നോട്ട് വയ്ക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഏതായാലും ജാമ്യം നൽകാനുള്ള സാധ്യത നന്നേ കുറവാണ്. EDയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷ അംഗീകരിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കാനായിരിക്കും കോടതിയുടെ ഭാഗത്തുണ്ടാവുക. ആം ആദ്മി പാർട്ടി പോലും അത്തരമൊരു പ്രതീക്ഷ മാത്രമായിരിക്കും പങ്കുവെക്കുന്നുണ്ടാവുക. കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ സുപ്രീം കോടതിയിൽ ഇന്ന് പോയത്. സ്വാഭാവികമായും ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും വീണ്ടും സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ ആം ആദ്മി പാർട്ടി നൽകുക. അഭിഷേക് സിംഗ്വി നേരത്തെ കോടതിയിൽ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. എൽദോ. ഓക്കെ, ഇനി അറസ്റ്റിനെതിരെ ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണല്ലോ രാകേഷ് ഉണ്ടായത്. അത് ഇന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അറസ്റ്റിലായിരുന്നു. അപ്പോൾ ആ ഒരു അറസ്റ്റും ആ പ്രതിഷേധവും ഒക്കെ രാജ്യവ്യാപകമായി നടക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൽ പോലും പലയിടങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയും അറസ്റ്റ് വരികയും ചെയ്തു. ആ ഒരു സാഹചര്യം ഉറ്റുനോക്കണം. പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി ഈ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടി നേരിടുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വിടുകയാണ്, അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് മുന്നിലെ പ്രതിസന്ധി? എങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി ഉൾപ്പെടെ അവർക്ക് മറികടക്കാൻ കഴിയും? എൽദോ, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ചുറ്റിയുള്ള ഒരു പാർട്ടിയാണ്. അതായത് കെജ്രിവാളാണ് അവരുടെ നേതാവ്. മറ്റൊരു നേതാവ് ഏതായാലും അവർക്ക് എടുത്തു പറയാനില്ല. മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളുണ്ടെങ്കിൽ പോലും അവരുടെ മുഖം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു പ്രതിഷേധമാണ് അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ന് ഏതായാലും ITO കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം അരങ്ങേറിയത്. നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ITOയിൽ എത്തിയിരുന്നു. ഈ ITOയ്ക്ക് സമീപത്താണ് ആം ആദ്മി പാർട്ടിയുടെ മീറ്ററുകൾക്ക് ദൂരം മാത്രമാണ് ആം ആദ്മി പാർട്ടി ഓഫീസിലേക്കുള്ളത്. അതിന് തൊട്ട് സമീപത്താണ് BJP ഓഫീസ്. ആ പ്രദേശത്ത് തന്നെയാണ് റോസ് അവന്യൂ കോടതിയും ഉള്ളത്. അപ്പോൾ BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്നത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഈ ഒരു അറസ്റ്റ് അത് രാഷ്ട്രീയ പകപോക്കലാണെന്ന വാദത്തിൽ തന്നെയായിരുന്നു ഉറച്ചു നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി. പക്ഷേ ITOയിൽ വെച്ച് തന്നെ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് അതിഷി മെർലാന, മന്ത്രിമാരായ അതിഷി മെർലാന, സൗരവ് ഭരദ്വാജ് തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തത്. പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധമുണ്ടായി. അവരെയും പോലീസ് നീക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഏതായാലും വലിയ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് ഡൽഹി പോകുന്ന കാഴ്ചയാണ് അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ എല്ലാ കണ്ണുകളും റോസ് അവന്യൂ കോടതിയിലേക്കാണ്. ഏതെങ്കിലും തരത്തിൽ അനുകൂല നിലപാടുണ്ടാകുമോ എന്നാണ് അണികൾ ഒപ്പം തന്നെ നേതാക്കളും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തോ സൂചിപ്പിച്ച പോലെ തന്നെ ആം ആദ്മി പാർട്ടി ഏതായാലും ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധത്തിലേക്ക് സ്വാഭാവികമായും കടക്കും. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് ആം ആദ്മി പാർട്ടി മാത്രമല്ല മിക്കയിടങ്ങളിലും പ്രതിപക്ഷ കക്ഷികൾ തന്നെ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് പ്രധാന പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന കാഴ്ച കൂടി ഇന്ന് രാജ്യം സാക്ഷിയായി.
രാകേഷ്, ഒപ്പം തന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ അറസ്റ്റ് ഉണ്ടായ സമയം തന്നെ പ്രതികരണങ്ങൾ വന്നത് ആം ആദ്മി പാർട്ടി മന്ത്രിമാരിൽ നിന്ന് ജയിലിൽ നിന്നാണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ തന്നെ നയിക്കും, അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കുമെന്നുള്ളതായിരുന്നു. അതിലൊരു നിലപാട് മാറ്റം സംഭവിക്കുന്നുണ്ടോ? അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളൊരു കണക്കുകൂട്ടലുകളും ഒരു വിലയിരുത്തലും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് മറ്റൊരു പോംവഴി കണ്ടെത്തിയില്ലേ മതിയാകൂ? അത്തരമൊരു ചർച്ചകളിലേക്ക് ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി കടന്നിട്ടില്ല. മന്ത്രി അതിഷി മെർലേനയാണ് ഇന്നലെ ജയിലിലിരുന്ന് കെജ്രിവാൾ ഭരിക്കുമെന്ന് പറഞ്ഞത്. നിലവിൽ അത്തരത്തിൽ ഭരണഘടനാപരമായ തടസ്സങ്ങളൊന്നുമില്ല അത്തരത്തിൽ ഭരിക്കാൻ, അല്ലെങ്കിൽ രാജിവെക്കണമെന്ന നിബന്ധനകളും ഇല്ല. പക്ഷേ അപ്പോൾ പോലും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, മന്ത്രിസഭാ യോഗമൊക്കെ ചേരുക സാധാരണ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. അപ്പോൾ മുഖ്യമന്ത്രി ജയിലിലാകുമ്പോൾ എങ്ങനെ മന്ത്രിസഭാ യോഗം ചേരും? ഉദ്യോഗസ്ഥരുമായി എങ്ങനെ ചർച്ചകൾ, ആശയവിനിമയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യചിഹ്നമാണ്. അങ്ങനെ വരുമ്പോൾ മറ്റു പേരുകൾ ആം ആദ്മി പാർട്ടിക്ക് സ്വാഭാവികമായും പരിഗണിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉയരുകയാണെങ്കിൽ അത് ഒന്ന് അതിഷി മെർലാന, രണ്ട് സൗരവ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ രണ്ടു പേരും 2020 ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാരായിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രണ്ട് മന്ത്രിമാർ നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലായിരുന്നു. അതിന് പിന്നാലെ ഈ ഡൽഹി മദ്യനയമ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപമുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായ മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നു. അങ്ങനെ 18 വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു മനീഷ് സിസോദിയ. ഈ രണ്ടു പേരും അറസ്റ്റിലായപ്പോഴാണ് മറ്റു രണ്ടുപേരെ, അതിഷി മെർലേനയെയും ഒപ്പം തന്നെ ഗ്രേറ്റർ കൈലാഷ് എന്നുള്ള MLA പാർട്ടിയുടെ വക്താവുമായ സൗരവ് ഭരദ്വാജിനെയും മന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ കെജ്രിവാൾ മാറുകയാണെങ്കിൽ, ഒഴിയുകയാണെങ്കിൽ രണ്ടുപേരുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നു. ഒപ്പം പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേരാണ്. കാരണം അടുത്തിടെയായി പാർട്ടി വേദികളിലും പാർട്ടി യോഗങ്ങളിലൊക്കെ സുനിതയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ സുനിതയെ കൂടി പരിഗണിക്കുമെന്ന ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കോടതി നടപടി, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് എന്ത് വിധി ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ തുടർ നീക്കങ്ങളും തുടർ ചർച്ചകളും ഒക്കെ സംഭവിക്കുക. എൽദോ. യെസ് രാകേഷ്, നമ്മൾ എന്താണെങ്കിലും ഈ സ്പോട്ട് ലൈവിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഏറ്റവും പ്രസക്തമാവുന്നത് ഈ ഒരു കണക്കാണ്. 2022 വരെ നടന്ന EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസുകൾ, അതിൽ 95% ഒപ്പോസിഷൻ ലീഡേഴ്സ്, പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ളവരാണ് എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള ആരോപണം കൃത്യമായി ഇന്ത്യ മുന്നണിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഉന്നയിച്ചാൽ അതിൽ എങ്ങനെ പ്രതിരോധം തീർക്കാൻ കഴിയും BJPക്കും NDA സർക്കാർ? അത്തരമൊരു റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് 2014 മുതൽ 2022 വരെയുള്ള കണക്കെടുക്കുമ്പോൾ ED നടപടി ഉണ്ടായിട്ടുള്ള 95% പേരും പ്രതിപക്ഷ നേതാക്കളാണ് എന്നുള്ളതാണ്. കാരണം 121 നേതാക്കളുടെ കണക്കെടുത്താൽ അതിൽ 115 പേർക്കെതിരെയും നടപടി ഉണ്ടായിട്ടുള്ള 115 പേരും പ്രതിപക്ഷ നേതാക്കളാണ്. മാത്രമല്ല, ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സുപ്രീം കോടതിയിൽ പോലും ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിന്റെ പ്രചാരണ നടപടികൾ തുടങ്ങുമ്പോഴാണ് ഇത്തരമൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഡൽഹിയിലെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ 2014 2019 7 വിജയിച്ചത് BJPയാണ്. വലിയ ആധിപത്യത്തോടു കൂടി വിജയിച്ചു. അവിടെ അന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ പ്രത്യേകം മത്സരിക്കുന്ന സാഹചര്യമായിരുന്നു. അത് മാറിക്കൊണ്ട് ഈ പരസ്പരം ഭിന്നത ഒഴിവാക്കിക്കൊണ്ട്, ശത്രുത മാറ്റിവെച്ചുകൊണ്ട് ഈ രണ്ടു പാർട്ടികളും സഖ്യമായി മത്സരിച്ചുകൊണ്ട് ഒരു മത്സരത്തിന്റെ പ്രതീതി നൽകാൻ ഡൽഹിയിൽ ഈ രണ്ടു പാർട്ടികൾക്കും, കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും സാധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അറസ്റ്റ് നടക്കുമ്പോൾ അവിടെ പ്രചാരണത്തിന് മുഖമാകേണ്ടിയിരുന്ന കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതാണ് ഏതായാലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയമായ വേട്ടയാടൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. സ്വാഭാവികമായും ഇത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, EDയുടെ ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചു രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നു എന്ന പ്രചാരണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് ഏത് തരത്തിൽ ഗുണം ചെയ്യും എന്നുള്ളതായിരിക്കും രാകേഷ് നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാവുക. കാരണം ഒരുപക്ഷെ
ഈ ജയിലിന് അകത്ത് കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ കരുത്തനായി മാറുമോ എന്നുള്ള ഒരു വിലയിരുത്തലും ഉണ്ടല്ലോ. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തേക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹിയിലെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയെ നേരിടാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിടേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാവുന്നു. പ്രത്യേകിച്ചും ഈ അറസ്റ്റ് അത് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടിയില്ലേ അവിടെ? കേജ്രിവാളിന് ഡൽഹിയിൽ വലിയ ജനകീയത ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ച് 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി അരവിന്ദ് കെജ്രിവാൾ അവിടെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. അന്ന് 27 സീറ്റ് നേടിയ കേജ്രിവാൾ അന്ന് കോൺഗ്രസിന്റെ 5 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചത്. അന്ന് BJP 31 സീറ്റ് BJP നേടുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് കണ്ട 2015ലെയും 2020ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു. BJPയെയും ഒപ്പം കോൺഗ്രസിനെയും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു വിജയമായിരുന്നു. അപ്പോൾ അന്ന് ഡൽഹി നിവാസികളുടെ വോട്ട് ചെയ്തത് കെജ്രിവാളിനുള്ളൊരു മാർക്കായിരുന്നു. ഒപ്പം കെജ്രിവാൾ സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ ജനകീയ നടപടികൾക്കുള്ള വോട്ടായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു വോട്ടിംഗ് പാറ്റേൺ അല്ല ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് BJPയെ തുണയ്ക്കുന്ന നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പല കാര്യം, ഒന്ന് കേജ്രിവാളിന്റെ അറസ്റ്റ്, രണ്ട് ഈ സഖ്യം, ഇതൊക്കെ ഏത് തരത്തിൽ ഇമ്പാക്റ്റ് ചെയ്യും, ഏത് തരത്തിൽ സ്വാധീനിക്കപ്പെടും എന്നടക്കമുള്ള വിഷയങ്ങൾ കണ്ടറിയേണ്ട വിഷയമാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി അത്തരത്തിലൊരു വലിയ പ്രചാരണം ഇതിനോടകം തന്നെ അഴിച്ചുവിട്ടിട്ടുണ്ട്. അതായത് വേട്ടയാടുന്നു, തെളിവുകളൊന്നും ഇല്ല. മാത്രമല്ല കെജ്രിവാളിന്റെ ആരോഗ്യം അടക്കമുള്ള വിഷയങ്ങൾ പോലും പാർട്ടി ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ED ഓഫീസിലേക്ക് ആരൊക്കെ കയറി പോകുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയും ഇല്ല എന്നാണ് ഇന്ന് അതിഷി മെർലാന പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു പ്രചാരണ വിഷയമാക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറുവശത്ത് BJPയും ഈ വിഷയം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ പൊള്ളയായിരുന്നു, കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കുകയായിരിക്കും BJPയുടെ വരും ദിവസങ്ങളിലെ ലക്ഷ്യം. എൽദോ, എന്താണെങ്കിലും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നിമിഷങ്ങളാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ റോസ് അവന്യൂ കോടതിയിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കേണ്ടത്. അല്പസമയത്തിനകം തന്നെ ഈ റോസ് അവന്യൂ കോടതിയിൽ നിന്നുള്ള ഒരു വിധി ഉണ്ടാകും. റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ എത്തിച്ചു. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കോടതിയിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകർ കാണുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ ഒരു നിലപാടുണ്ടാകും. ഇതാണ് കോടതിയിലേക്ക്, റോസ് അവന്യൂ കോടതിയിലേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. വളരെ കൃത്യമായി രാജ്യം ഉറ്റുനോക്കുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലുകൾ, ഉദ്വേഗം എല്ലാം നിലനിൽക്കെ ഡൽഹിയിലെ മദ്യ നയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇന്നലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ഏതാണ്ട് 9 സമൻസുകൾ, ആ 9 സമൻസുകൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭാഗത്ത് നിന്ന് 3 പേരാണ്, പ്രമുഖരായിട്ടുള്ള 3 പേരാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. CBIയുടെ അറസ്റ്റ് മനീഷ് സിസോദിയിൽ തുടങ്ങി. അതിന് പിന്നാലെ EDയും അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് സഞ്ജയ് സിംഗും K കവിതയും അറസ്റ്റിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആം ആദ്മി പാർട്ടി നേതാവ്, ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഇന്നലെ രേഖപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക്, വിവാദങ്ങൾക്ക് തന്നെ തുടക്കമിടുകയാണ്. പ്രതിപക്ഷം അത് രാഷ്ട്രീയ വേട്ടയാടലായി തന്നെ കരുതുന്നു, കണക്ക് കൂട്ടുന്നു, പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിന്റെ പോരാട്ടം അത് പലപ്പോഴും പലയിടങ്ങളിലുമായി തന്നെ ഇന്നത്തെ ദിവസം രാജ്യത്തുടനീളം കാണുകയും ചെയ്തു. കേരളത്തിലും പലയിടങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിഷേധം നമ്മളിന്ന് കാണുകയും ചെയ്തു. രാകേഷ് തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഈ റോസ് അവന്യൂ കോടതിയിലെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ? എന്തായിരിക്കും, ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ? കോടതി നടപടികൾ ആരംഭിച്ചിട്ടുള്ളൂ എൽദോ. ഏതായാലും അഭിഷേക് സിംഗ്വി ഹാജരായിട്ടുണ്ട്. ഒപ്പം തന്നെ EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ആണ് ഹാജരായിട്ടുള്ളത്. ഏതായാലും വാദം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഏതായാലും ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും ED കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. അത് സ്വാഭാവികമായും കെജ്രിവാൾ ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിനാണ്, വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു 10 ദിവസത്തെ കസ്റ്റഡി കാലാവധി എങ്കിലും ചോദിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പക്ഷേ കോടതി അത് അംഗീകരിക്കുമെന്നറിയില്ല. നേരത്തെ K കവിതയുടെ കേസിൽ 10 ദിവസം ചോദിച്ചു, 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി നൽകി. അപ്പോൾ അതായിരിക്കുമോ കോടതി സ്വീകരിക്കുക എന്നാണ് അറിയാനുള്ളത്. ഏതായാലും ഈ 2 കക്ഷികളും, അതായത് അഭിഷേക് സിംഗ്വി ഹാജരായിട്ടുണ്ട് കെജ്രിവാളിനായി, ഒപ്പം തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരായിട്ടുണ്ട് EDക്ക് വേണ്ടി. അപ്പോൾ ഇവർ എന്ത് വാദങ്ങളായിരിക്കും മുന്നോട്ട് വെക്കുക എന്നാണ് അറിയാനുള്ളത്. ഏതായാലും കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, വാദം ആരംഭിച്ചിട്ടുണ്ട്. എൽദോ,
ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വാർത്തയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കാം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ അതിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത്. എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്കാണ് രാജ്യം പലയിടങ്ങളിലും വേദിയായത്. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ ഡൽഹി മന്ത്രിമാരായിട്ടുള്ള സൗരഭ് ഭരദ്വാജും അതിഷി മെർലേന ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തി. അവരെ മെർലേനയെ വലിച്ചിഴച്ചുകൊണ്ട് തന്നെ റോഡിൽ കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ കാണുകയുണ്ടായി ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. വലിയ തോതിലുള്ള പ്രതിഷേധം അത് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുകയും ചെയ്തു. രാകേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സ്പോട്ട് ലൈവിൽ. നമ്മളിനി മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ആ വാർത്തകളിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള എടുക്കുന്നു. സ്പോട്ട് ലൈവ് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന് ജാമ്യം ലഭിച്ചു. ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 2 ലക്ഷം രൂപ ബോണ്ടും തത്തുല്യ ആൾ ജാമ്യം ഉൾപ്പെടെ ഉപാധികളുണ്ട്. ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, വലിയ വിവാദമായ സംഭവമാണ്. എന്തൊക്കെയാണ് പ്രധാനമായും ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് കോടതി? എൽദോ സൂചിപ്പിച്ചതുപോലെ ഉപാധികൾ വെച്ചാണ് കോടതി ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ PG മനുവിന് ജാമ്യം നൽകിയിരിക്കുന്നത്. 2 ലക്ഷം രൂപ ബോണ്ട്, 2 ആളിന്റെ ജാമ്യം, പാസ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യണം. എല്ലാ മാസത്തെയും ആദ്യ ശനിയാഴ്ച 3 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥ മുന്നിൽ ഹാജരാകണം. ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പ്രവേശിക്കരുത്. അതിജീവിതയുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായി കൂടിക്കാഴ്ച നടത്താനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത് തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഹൈക്കോടതി ഈ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 2 തവണ, ഒന്ന് സുപ്രീം കോടതിയിലും ഒന്ന് ഹൈക്കോടതിയിലും മനു ജാമ്യം തേടി അപേക്ഷ നൽകിയിരുന്നു. ഈ 2 ജാമ്യാപേക്ഷയും തള്ളിയിരുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് അഭിഭാഷകൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷം, പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യത്തിന് അനുവദിച്ചത്. എൽദോ, ആജ്ഞ, ഇത് കേവലം ഒരു അഭിഭാഷകൻ എന്നതിലപ്പുറം അതൊരു സർക്കാർ അഭിഭാഷകനാണ് എന്നുള്ള ഒരു പ്രാധാന്യമുണ്ട്. മാത്രമല്ല, നിയമസഹായം തേടിയെത്തിയ യുവതി, അതൊരു പീഡന കേസിൽ നിയമസഹായം തേടിയെത്തിയ പോലീസ് പറഞ്ഞയച്ച യുവതിയാണ് ബലമായി അദ്ദേഹം പീഡിപ്പിക്കുന്നത്, ബലാത്സംഗം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിജീവിതയുടെ മൊഴി. ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ കേസിന്റെ നാൾ വഴികളിലൂടെ ഒന്ന് വളരെ വേഗത്തിൽ 2018 എൽദോ ഈ പറയുന്ന ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയായ പെൺകുട്ടി ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത്. 2018 മുതൽ 5 വർഷം വരെ ഈ കേസ് കൊടുത്തിട്ടും വാദം തുടർന്നിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തതിനാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ പീഡർ PG മനുവിനെ അതിജീവിത കാണുന്നത്. മാതാപിതാക്കൾക്കൊപ്പമാണ് ഈ കുട്ടി PG മനുവിനെ കാണാനെത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കടവന്ത്രയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇവരെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും മാനഭംഗപ്പെടുത്തിയെന്നും അതിനുശേഷം അതിജീവിതയുടെ വീട്ടിലെത്തി ഈ PG മനു അതിജീവിതയെ പീഡിപ്പിച്ചുമെന്നുമാണ് കേസ്. തുടർന്ന് ഇവരുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുക്കുകയും അത് ഭീഷണിപ്പെടുത്തി ഈ ചിത്രങ്ങൾ താൻ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, വാട്സാപ്പിൽ ഇവർക്ക് അശ്ലീല മെസ്സേജുകൾ അയക്കുകയും വോയിസ് മെസ്സേജുകൾ അയക്കുകയും തുടങ്ങിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന തെളിവുകളെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്, കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കാതെ മനുവിന് ജാമ്യം നൽകില്ല എന്നുള്ള നിലപാട് ഹൈക്കോടതി എടുത്തത്. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് PG മനു പോവുകയുണ്ടായി. അവിടെ നിന്നും ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് PG മനുവിനെ ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ അശ്ലീല ചിത്രങ്ങൾ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ എടുക്കുകയും അശ്ലീല മെസ്സേജുകൾ അയക്കുകയും ചെയ്ത സാഹചര്യത്തിൽ IT ആക്ട് പ്രകാരമുള്ള കേസും അതിജീവിതയെ പീഡിപ്പിച്ചു എന്നുള്ള കേസും, അതായത് ബലാത്സംഗ കേസുമാണ് PG മനുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഈ കോടതിയിൽ വ്യക്തത നൽകിയിട്ടുണ്ടോ? ഇതിന്റെ വിചാരണ നടപടികളൊക്കെ ആരംഭിക്കുന്നതിനെ പറ്റി, ഈ കേസിലെ തുടർ നടപടികളെ പറ്റി എന്താണ് ഒരു ലഭ്യമായിട്ടുള്ള വിവരം? എൽദോ,
ഇതൊരു പീഡന കേസാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ നീതി തേടിയെത്തിയ അതേ കേസിൽ, ലൈംഗിക അതിക്രമ കേസിൽ നീതി തേടിയെത്തിയ ഒരു പെൺകുട്ടിയെ, നിയമസഹായം തേടിയെത്തിയ ഒരു പെൺകുട്ടിയെ അതേ കുറ്റകൃത്യം തന്നെ ചെയ്തിട്ട് ഒരു അഭിഭാഷകൻ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു കോടതിയെ സംബന്ധിച്ച് ഇതൊരു ഒഴിവാക്കാനാകാത്ത അല്ലെങ്കിൽ ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്ന കേസാണ്. ഇപ്പോൾ ജാമ്യം മാത്രമേ ഈ കേസിൽ അനുവദിച്ചിട്ടുള്ളൂ. അത് കുറ്റപത്രം സമർപ്പിച്ചതിന്റെ സാഹചര്യത്തിൽ മാത്രമാണ്. ഇതിൽ തുടർവാദം നടക്കുകയും പി ജി മനുവിന് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള അതല്ലെങ്കിൽ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കേസിനെ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മുടെ നിയമവൃത്തങ്ങൾ കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതിൽ ഇദ്ദേഹം മുൻ സർക്കാർ ലീഡറാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിയെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് സഹായം തേടാൻ, അതായത് 5 വർഷമായി ഉള്ള ഒരു പീഡന കേസിൽ അതിജീവിതയായ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ സമീപിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു വിടുന്ന പെൺകുട്ടിയാണിത്. അല്ലാതെ ഇവര് സ്വന്തം വഴിക്ക് ഒരു അഡ്വക്കേറ്റിന്റെ സഹായം തേടിയെത്തിയതല്ല. അപ്പൊ ആ വഴിക്ക് തന്നെ എത്തിയത് കൊണ്ട് തന്നെ അതിൽ അതീവ ഗൗരവകരമായിട്ടാണ് ഈ കേസിനെ ഹൈക്കോടതി കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതും തുടർന്ന് സുപ്രീം കോടതി ഈ കേസിൽ ജാമ്യം നിഷേധിക്കുകയും ചെയ്തത്. ഇപ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് ഈ കേസിൽ ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. എൽദപ്പോൾ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആജ്ഞ, ഈ ജാമ്യം ലഭിക്കുന്നത് അതൊരു തെറ്റായ സന്ദേശത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ളൊരു സംശയം ഒരുപക്ഷെ ചില ഭാഗത്തെങ്കിലും ഉന്നയിക്കപ്പെടും. പ്രത്യേകിച്ചും ഈ ഒരു അഭിഭാഷകൻ നീതി തേടിയെത്തിയ യുവതിയാണ് അല്ലെങ്കിൽ ഒരു അതിജീവിതയാണ് പിന്നീട് വീണ്ടും ബലാത്സംഗത്തിനിരയാക്കിയത്. അത് 2 വട്ടം വീണ്ടും ബലാത്സംഗം ചെയ്തു എന്ന് ആ യുവതി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയമവൃത്തങ്ങളിൽ നിന്ന് ഒപ്പം ഈ അതിജീവിതയുടെ അഭിഭാഷകരൊക്കെ പറയുന്നത് അവർ സ്വാഭാവികമായും ഈ ഒരു ജാമ്യം നൽകിയതിനെ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ള സാങ്കേതികത്വം മാത്രം കൊണ്ട് ലഭിച്ച ജാമ്യമായതിനെ കരുതാൻ കഴിയുമോ? അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ള ഒരു തരത്തിലുള്ള ജാമ്യം മാത്രമായി ഇതിനെ കണക്കാക്കിയാൽ മതി. തുടർ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ IT ആക്ടും ബലാത്സംഗ കേസുമാണ് ഇതിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ വെയിലബിൾ കേസാണ് ബലാത്സംഗ കേസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നേരത്തെ ഈ കേസിൽ ജാമ്യം നിഷേധിച്ചത്. എങ്കിൽ ഇപ്പൊ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ 2 ലക്ഷം രൂപ ബോണ്ട്, 2 ആൾജാമ്യം, ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പ്രവേശിക്കരുത്, അതിജീവിതയുമായി കൂടിക്കാഴ്ച നടത്താനോ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്, അതുപോലെ തന്നെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ മാസത്തിലെ എല്ലാ ആദ്യ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ 3 മണിക്ക് ഹാജരാക്കണം തുടങ്ങിയ ഉപാധികൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ജാമ്യം അനുവദിച്ചത് തന്നെ. ഉപാധികളോടെ ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് ഒരു ക്ലോസ് ആണ്. ആക്ച്വലി ഈ ക്ലോസ് നമ്മൾ വിലയിരുത്തുമ്പോൾ പൂർണ്ണമായും ഇദ്ദേഹം കുറ്റവിമുക്തനായി എന്നുള്ള ഒരു നിരീക്ഷണമല്ല, അതല്ലെങ്കിൽ ഇദ്ദേഹം കുറ്റക്കാരൻ എന്ന് തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഇത്തരത്തിൽ ഉപാധികളോടെ ഒരു ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ അതിജീവിതയുടെ അഭിഭാഷകർ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ഇതിനെ എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും 2 തവണ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലും അതുപോലെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഇത്തരം ഉപാധികളോടെ ജാമ്യം അനുവദിക്കാം എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പി ജി മനുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അത് ഒരു തീർത്തും നിയമപരമായ ഒരു സാഹചര്യം മാത്രമാണ്. ഇതിനെ കുറ്റപത്രം പൂർണ്ണമായി സമർപ്പിച്ചതുകൊണ്ട് ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ചുള്ള ഒരു വിടുതൽ പോലെ അല്ല ഇതിനെ കണക്കാക്കേണ്ടത്. ഇത് ഒരു ജാമ്യം മാത്രമാണ്. ജാമ്യം ഈ പറഞ്ഞതുപോലെ ഉപാധികളോടെയാണ് അനുവദിച്ചിരിക്കുന്നത്. എൽദോ ശരി, ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നീതി തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് അവൻ സർക്കാർ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള പി ജി മനുവിന് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നുള്ള ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരുന്നു. നേരത്തെ ദീർഘനാൾ ഇയാൾ ഒളിവിലായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം ഈ കേസിൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അത് തള്ളുകയും നിരാകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പിന്നീട് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹം കീഴടങ്ങുന്നതും ഹാജരാകാൻ ഉള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമായിരുന്നു അങ്ങനെ ഒരു കീഴടങ്ങൽ. അപ്പോൾ എന്താണെങ്കിലും ഒരു അഭിഭാഷകൻ നീതി തേടിയെത്തിയ ഒരു ഇരയെ എങ്ങനെ ചൂഷണം ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു കേസ് അന്വേഷണത്തിന്റെ
സംഭവമായതുകൊണ്ട് തന്നെ, കേസ് അന്വേഷണം ആയതുകൊണ്ട് തന്നെ, കേസ് ഡയറി ആയതുകൊണ്ട് തന്നെ അത് ഇനിയുള്ള ദിവസങ്ങളിലും ശ്രദ്ധ നേടും. എങ്ങനെയാണ് അതിൽ വാദപ്രതിവാദങ്ങൾ നടക്കുക, വിചാരണ നടക്കുക എന്നുള്ളതെല്ലാം ശ്രദ്ധേയമാവുകയും ചെയ്യും. വാർത്താ വിശദാംശങ്ങളാണ് ആദ്യം നൽകിയത്. നമ്മൾ ഇനിയും സ്പോട്ട്ലൈറ്റ് തുടരുകയാണ്. നർത്തകൻ RLV രാമകൃഷ്ണനെതിരായ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ SP-യും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അതിനിടെ സത്യഭാമയ്ക്കെതിരായ സ്ത്രീധന പീഡന കേസിന്റെ വിവരങ്ങളും പുറത്തുവന്നു. സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. മകൻ കെട്ടിയ താലി പൊട്ടിച്ച് മരുമകളുടെ മുഖത്തടിച്ചു എന്നതടക്കം സത്യഭാമയുടെ ക്രൂരകൃത്യങ്ങൾ കന്റോൺമെന്റ് പോലീസിന്റെ നിയമ നടപടികളുമായിട്ട് തന്നെ പോകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പരിപാടികൾ ഇനിയിപ്പോൾ ഇന്നും ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ ഭാഗഭാക്കാവാനായിട്ട് പലയിടങ്ങളിൽ നിന്നുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രതിഷേധം ഇതൊരു വ്യക്തി എന്നുള്ള പേരിന് അപ്പുറത്തേക്ക് എന്നെയാണ് ആക്ഷേപിച്ചതെങ്കിലും ഈ ആക്ഷേപത്തിലുള്ള ഒരു സമൂഹത്തെ ആകമാനമാണ് ആക്ഷേപിച്ചത്. തീർച്ചയായിട്ടും അതിൽ ഒരു ഭാഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ. അയാൾ കൃത്യമായിട്ട് അതിന് ചോദിക്കുന്നുമുണ്ട്. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ആദ്യം നമ്മൾ ഈ RLV രാമകൃഷ്ണനെതിരായിട്ടുള്ള സംഭവത്തിൽ, വിവാദ പരാമർശത്തിൽ ഉണ്ടായ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിനെ പറ്റി സംസാരിക്കാം. ആദ്യം എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അത് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ എന്തൊക്കെ നടപടി പ്രതീക്ഷിക്കണം? എന്തോ വലിയ തോതിൽ വിമർശനമാണ് സത്യഭാമയുടെ പെരുമാറ്റത്തെ തുടർന്ന് അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നതും. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയോടുമാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നതാണ് നിർദ്ദേശം. അതിരൂക്ഷമായ രീതിയിൽ തന്നെയാണ് പൊതുവിൽ രാഷ്ട്രീയ ലോകത്തു നിന്നായിരുന്നാലും സാമൂഹിക രംഗങ്ങളിൽ നിന്നായിരുന്നാലും സത്യഭാമയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അതിനിടയിലാണ് 2022 കേസിൻ്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ മകൻ്റെ ഭാര്യയെ മർദ്ദിക്കുകയും താലിമാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള വകുപ്പുകൾ. ഇതിനെതിരെ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു. അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ സന്നദ്ധയല്ല. പക്ഷേ അവിടെ നേരിട്ട ദുരനുഭവം മുഴുവൻ പെൺകുട്ടി പറയുന്നുണ്ട്. ഈ രണ്ടുപേരുടെയും പുനർവിവാഹമായിരുന്നു, സത്യഭാമയുടെ മകൻ്റെയും അതോടൊപ്പം തന്നെ ഈ യുവതിയുടെയും. 5 ദിവസം മാത്രമാണ് സത്യഭാമയുടെ വീട്ടിൽ യുവതിക്ക് താമസിക്കാൻ കഴിഞ്ഞത്. 35 പവൻ സ്വർണം സ്ത്രീധനമായി നൽകിയിരുന്നു. വന്ന ദിവസം മുതൽ തന്നെ സ്ത്രീധനം കുറവാണ് എന്ന് പറഞ്ഞ് ശാരീരികമായും മാനസികമായും ഉപദ്രവം തുടങ്ങി. മകൻ മദ്യപാനിയാണെന്ന് ഈ യുവതി പറയുന്നു. അതായത് തൻ്റെ ഭർത്താവായിരുന്ന ആൾ മദ്യപാനിയാണെന്ന് പറയുന്നു. അമ്മയും മകനും ചേർന്ന് തന്നെ പലപ്പോഴും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നു. 5 ദിവസം മാത്രമാണ് അവിടെ കഴിഞ്ഞത്. 5-ാം ദിവസം തൻ്റെ പിതാവ് ഈ സംഭവങ്ങൾ അറിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടുകാരുടെ മുന്നിൽ വെച്ചും സത്യഭാമ തന്നെ മർദ്ദിച്ചു. താലിമാല വലിച്ചു പൊട്ടിക്കുകയായിരുന്നു. എന്നിട്ട് മുഖത്തടിച്ചു. എൻ്റെ മകൻ കെട്ടിയ താലി ഇനി വേണ്ട എന്ന തരത്തിലൊക്കെയും സംസാരിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. തുടർന്ന് വീട്ടിലേക്ക് പോയി. ഇപ്പോഴും ആ കേസ് നടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് സത്യഭാമയുടെ ഒരു സമീപനം, അവരുടെ വാക്കുകൾ, അവരുടെ ഒരു സംസാര ശൈലിയും അവരുടെ ഒരു ശരീരഭാഷയും എല്ലാം തന്നെ ഇന്നലെ കണ്ടതാണ്. അവർ എത്രമാത്രം മോശമായാണ് കാര്യങ്ങളെ ചിത്രീകരിക്കുന്നതും അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നതും എന്നെല്ലാം സാംസ്കാരിക കേരളം കേട്ടതാണ്. ഏതായിരുന്നാലും നിയമ നടപടികൾ കൂടി ഉണ്ടാകും. RLV രാമകൃഷ്ണൻ ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം തേടുന്നുണ്ട്. സത്യഭാമ അങ്ങനെ താൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ കൂടിയും ഈ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം കൃത്യമായി ശേഖരിച്ചുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാംസ്കാരിക രംഗത്ത് നിന്ന് വളരെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത്. ശ്രീകുമാരൻ തമ്പി, അദ്ദേഹം ചലച്ചിത്രകാരൻ, ഏറ്റവും വലിയ ഒരു സാഹിത്യ പ്രവർത്തകൻ, അദ്ദേഹം പറഞ്ഞത് കലാമണ്ഡലം സത്യഭാമ എന്ന അത് ഒരു വലിയ മഹതി ഉണ്ടായിരുന്നു. ഇവർ അല്ലെങ്കിൽ രണ്ടാമത്തെ സത്യഭാമയാണ്, അല്ലെങ്കിൽ കലാമണ്ഡലം സത്യഭാമ ജൂനിയറാണ്. ഇവരുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൻ്റെ പേര് വെക്കുന്നത് തന്നെ അപമാനകരം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ
ഭാഗത്ത് നിന്ന് ഒരു പരാമർശമുണ്ടായത്. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനും ഇതേ കാര്യമാണ് പറഞ്ഞത്. സത്യഭാമയുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് വെക്കുന്നത് അപമാനമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇവരുടെ പേരിനൊപ്പം ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ പേര് വെക്കുന്നത് തന്നെ അപമാനം എന്ന നിലയ്ക്ക് തന്നെയാണ് സാഹിത്യ, രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിലെ എല്ലാ വ്യക്തിത്വങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത്. മാത്രവുമല്ല, കലാമണ്ഡലം സത്യഭാമ സീനിയർ അതൊരു വളരെ മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായ കല ജീവിതത്തിൽ കൊണ്ടു നടന്ന വലിയ മികച്ചൊരു കലാകാരിയായിരുന്നു. അവരുമായി ഒരു തരത്തിലും ഇവരെ താരതമ്യം ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഇവരുടെ പേരിനോടൊപ്പം ചേർത്ത് വെക്കരുത് എന്നൊരു ആവശ്യമാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. പ്രതിഷേധങ്ങളും ഒരു വശത്ത് തുടരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ദളിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. വലിയ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന്, അത് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ്. മറ്റൊന്ന്, സുരേഷ് ഗോപി RL രാമകൃഷ്ണൻ്റെ ഒരു വേദി കൊടുക്കാനുള്ള തീരുമാനം അത് അങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യഭാമ ഈ നിറം പറഞ്ഞുള്ള സത്യഭാമയുടെ വാക്കുകൾ അത് പറഞ്ഞു എന്നത് മാത്രമല്ല, അതിൽ ഖേദം പ്രകടിപ്പിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്യാതെ വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്ന താനെടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് വല്ലാതെ വിശ്വസിക്കുന്ന തരത്തിലാണ് സത്യഭാമയുടെ പെരുമാറ്റം. ഏതായിരുന്നാലും രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് ശരി വിനോദ്, ഒന്ന് തുടരുക. നമ്മൾ ഇതേ വിഷയത്തിലാണ് ഇപ്പോൾ RLV രാമകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമ്മൾ അതിലേക്ക് പോയ ശേഷം മടങ്ങിയത് സംവദിക്കാനായിട്ടൊരു അവസരം കിട്ടിയില്ല, നന്ദി പറയുന്നു. ഇല്ല, അവരുടെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. കാരണം ആ ഒരു എന്താ പറയാ, അത്തരം ഒരു സംസ്കാരം നമുക്ക് ആ ഭാഷകളിലൂടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല. സുരേഷ് ഗോപി ഉൾപ്പെടെ വിളിച്ച് ഇത്തരത്തില് പിന്തുണ അറിയിക്കുകയും ഒപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നൃത്തപരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും എന്താ പറയാ, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടൻ പോയി 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത്. അതിന് സന്തോഷമുണ്ട്. സുരേഷ് ആ പരിപാടിക്ക് പോകാൻ പറ്റില്ല. ഇല്ല, പോകാൻ പറ്റില്ല. അന്ന് വേറെ പ്രോഗ്രാം. അതെ പരിപാടി. ഈ വലിയ തോതിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളൊരു കാര്യമാണ്. ഇതൊരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതിലില്ല. ഇത് നമുക്കറിയാം, ഒരു കറുത്ത നിറം എന്നുള്ളൊരു വസ്തുത ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കിടയിൽ വിലസെന്ന് പറയുന്നത് അത് ജീർണിച്ചൊരു മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനോട് പൊറുക്കാൻ പറ്റില്ല. ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കലാഭവൻ മണിക്കേട്ടൻ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾ കൂടിയാണ്. ആ നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു വിവേചനത്തോട് എതിർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങിയത്. അല്ലാണ്ട് വ്യക്തിന്നപ്പുറം വ്യക്തി എന്നുള്ള കാര്യത്തിൽ മറ്റു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്തെ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ദുരാചാരങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. RLV രാമകൃഷ്ണനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരാമർശനമാണ് അദ്ദേഹം നടത്തുന്നത്. പ്രതിഷേധം അത് ഇനിയും തുടരും. പിന്തുണ ലഭിക്കുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വിനോദ് വീണ്ടും തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത്. വിനോദ്, ഇപ്പോൾ നമ്മൾ കണ്ടു, വെളുത്തിരുന്നത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് വ്യക്തമാണ് അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും ആ ദുഷിച്ച പ്രവർത്തികൾ കൊണ്ടും. അപ്പോൾ ഈ മരുമകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ എന്തായിരുന്നു മരുമകളുടെ ഒരു പ്രതികരണങ്ങളും അവർ നേരിട്ട ദുരനുഭവങ്ങൾ എങ്ങനെയാണ് വിശദീകരിച്ചത്? ഈ കേവലം ഈ ആഭരണങ്ങൾ ഊരി, കെട്ടുതാലി അത് പൊട്ടിച്ചു, വസ്ത്രങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു, ഇതിനുമൊക്കെ അപ്പുറം ആ ദിവസങ്ങൾ, ആ വീട്ടിൽ കഴിയേണ്ടി വന്ന ദിവസങ്ങളെ അവർ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് എൻജി പണിക്കരുടെ സിനിമയിലൊക്കെ പറയും പോലെ വെൽബൽ ഡയറിയ, അത്തരത്തിലുള്ള ഒരു പ്രയോഗങ്ങളാണ് കഴിഞ്ഞ ദിവസം സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അവർ ഇത്രയധികം പൊതുസമൂഹം അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കൂടി അത് തിരുത്തുന്നതിനോ ഒരു ഖേദപ്രകടനത്തിനോ പോലും അവർ തയ്യാറാകുന്നില്ല. അതായത് അവരുടെ മനോനില ഇപ്പോഴും എന്താണ്, അല്ലെങ്കിൽ എവിടെ എത്തിയാണ് അവരുടെ മനോനില നിൽക്കുന്നത് എന്നത് സംബന്ധിച്ചാണ്. ഇവരുടെ അടുത്ത് ഒരാൾ സഹകരിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഇവർക്കൊപ്പം കഴിയേണ്ടി വന്നാൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുതന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത്. 5 ദിവസമാണ് അവരുടെ മകൻ്റെ ഭാര്യയായി ആ വീട്ടിൽ കഴിയാൻ പറ്റിയത്. ചെല്ലുന്ന ദിവസം തന്നെ 35 പവൻ അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ്
ശാരീരികവും മാനസികവുമായ പീഡനം നടത്തുകയാണ്. ഇവർ ഒരു കലാകാരി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഒരു ദൈവികമായ നമ്മൾ ഈ കലോപാസകരൊക്കെയും അവർ ഒരു സാത്വികമായ ജീവിതം കൊണ്ടു നടക്കുന്ന ആളുകളെന്നൊക്കെയാണ് പൊതുവിൽ നമ്മൾ ധരിക്കുന്നതും. അങ്ങനെയൊക്കെയാണ് നമുക്ക് അവരോട് ഇടപഴകുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കലാകാരിയാണ്, അധ്യാപികയാണ്, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയും പറയുന്ന സത്യഭാമ സ്ത്രീധനത്തിൻ്റെ പേരിൽ ചെന്ന് കയറുന്ന ദിവസം മുതൽ തന്നെ മരുമകളോട് മല്ലയുദ്ധമാരെ അല്ലെങ്കിൽ ഏകപക്ഷീയമായി തന്നെ ആ പെൺകുട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ്. ശാരീരികമായും മാനസികമായും ആ കുട്ടിയോട് ആ തരത്തിലുള്ള സമീപനമാണ് ഈ സ്ത്രീ കാണിക്കുന്നത്. അവിടെ നിന്ന് മകൻ മദ്യപാനിയാണ്. ഇവരുടെ ഭർത്താവ് നേരത്തെ തന്നെ ഇവരെ ഉപേക്ഷിച്ച് പോയിരുന്നു. മകൻ മദ്യപിക്കുന്നു. അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഈ മാനസികവും ശാരീരികവുമായ ഉപദ്രവം അതെല്ലാം കഴിഞ്ഞ് 5 ദിവസമാകുമ്പോൾ ഈ പെൺകുട്ടി അവരുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തുകയാണ് ഇവിടെ കഴിയാൻ പറ്റാത്തതുകൊണ്ട്. ആ സമയത്താണ് ഇങ്ങനെ താലിമാല വലിച്ചു പൊട്ടിക്കുന്നത്, മുഖത്തടിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതെല്ലാം ചേർത്ത് തന്നെയാണ് FIR തയ്യാറാക്കിയിട്ടുള്ളത്. 2022 ഈ സംഭവം നടക്കുന്നത്. പിന്നീട് തുണികളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. ആ പെൺകുട്ടി അന്ന് തന്നെ, അതായത് വിവാഹം കഴിഞ്ഞ് 5ാം നാൾ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ്, അവിടെ തുടരാൻ കഴിയാത്തതുകൊണ്ട്. അത് നമ്മളോട് ഫോണിൽ ആ കുട്ടി സംസാരിച്ചു. അവർ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സത്യഭാമയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ്. ഇതേ പ്രകടനം ആ കുട്ടിയോട് ഒരു വീട്ടിലേക്ക് വന്നു കയറുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് ഇവർ ഈ സമീപനം പുറത്തെടുത്താൽ എങ്ങനെയാകും ഒരു ആളിന് ഇവർക്കൊപ്പം കഴിയാൻ പറ്റുക എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഒരു തരത്തിലും ഇവരോട് ഒത്തുപോകാൻ കഴിയില്ല എന്നത് നമുക്ക് പകൽ പോലെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അവരുടെ സ്വഭാവ രീതി, അവരുടെ സംസാരം, അവരുടെ പൊതുവിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഇന്നലെ മുഴുവൻ അവർ കാണിച്ച മാധ്യമങ്ങളോട് അവർ കൈക്കൊണ്ട നിലപാട്, ഇതെല്ലാം അവർ ഇങ്ങനെ പറയുകയാണ്. ഇന്ന് മറ്റൊരു സുഹൃത്ത് ചോദിച്ചതാണ്, പരമശിവൻ നടരാജനാണ് നൃത്തത്തിൻ്റെ ഏറ്റവും വലിയ ദൈവം, അങ്ങനെ ഒരു പ്രതീകമായി കാണുന്ന ഒരു ഈശ്വരനാണ്. സാക്ഷാൽ പരമശിവൻ ഒരു വിദ്യാർത്ഥിയായി സത്യഭാമയ്ക്ക് മുന്നിൽ മത്സരാർത്ഥിയായി എത്തിയാൽ സത്യഭാമ പരമശിവനെയും തോൽപ്പിക്കും. കാരണം പരമശിവൻ നിറം കുറഞ്ഞ ആളാണ്. അപ്പോൾ സാക്ഷാൽ പരമശിവനെയും സത്യഭാമ ജഡ്ജാണെങ്കിൽ മാർക്കിട്ട് തോൽപ്പിക്കും എന്ന കാര്യം പറയുകയാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് സത്യഭാമയുടെ സമീപനം. ഈ സത്യഭാമമാരോട് എന്ത് പറയാനാണ് അല്ലെങ്കിൽ ഇങ്ങനെ മനോദര വെച്ച് പുലർത്തുന്നവരോട് എന്ത് പറയാനാണ്, അല്ലെങ്കിൽ ഇവരോട് എന്തിന് സംസാരിക്കണം എന്നുള്ള നിലയ്ക്കൊക്കെയും ആളുകൾ ചോദിക്കുകയും പറയുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഇവരുടെ ഈ സമീപനം ഇന്നലെ കണ്ടതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ FIRൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. അത് നമുക്ക് അത്ഭുതമൊന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല എൽദോ. കാരണം നമ്മൾ കണ്ടു അവരെന്താണെന്നുള്ളത്. അതിൻ്റെ തുടർച്ചയായി അതിനു മുൻപ് ഇവർക്കെതിരെയുള്ളൊരു കേസിൻ്റെ FIR പുറത്തു വരുന്നു. അതിൽ പറയുന്നത് സ്ത്രീധന പീഡനമാണ്. 100 കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. വലിയ നൃത്താധ്യാപികയാണ് താൻ. പല സർവകലാശാലകളിൽ ജഡ്ജായി പോയിട്ടുണ്ട്, അവിടെ മാർക്കിട്ടിട്ടുണ്ട്. അവിടെ അവരുടെ കലാപരമായ ഔന്നത്യത്തെക്കുറിച്ച് അവർ അവകാശപ്പെടുന്ന കുറേ കാര്യങ്ങൾ. അതിന് തൊട്ടു പിന്നാലെയാണ് സ്ത്രീധനം ചോദിച്ച് മരുമകളെ അടിച്ചു എന്ന വിവരം പുറത്തു വരുന്നത്. അതാണ് സത്യഭാമ. എൽദോ, എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സത്യഭാമ മാർക്കിട്ട യുവജനോത്സവങ്ങളും ആ വേദികളുമൊക്കെ ഒന്ന് അവിടുത്തെ നിറം നോക്കിയുള്ള മാർക്കിടലാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. എന്നാലും ഈ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എന്ന ആ ഒരു വനിതാ രത്നത്തെ അവരുടെ പേരിനെ പോലും കളങ്കപ്പെടുന്ന തരത്തിലാണ് ഈ സത്യഭാമ ജൂനിയർ. ഇവരോടൊപ്പം കലാമണ്ഡലം എന്ന പേര് ചേർക്കേണ്ടത് കേവലം കലാമണ്ഡലത്തിൽ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു എന്നുള്ളത് മാത്രമായിരിക്കണം. എന്നാലും വിനോദ്, ഈ സാമൂഹ്യ രംഗത്ത് വലിയ പിന്തുണ ഈ വിഷയത്തിൽ ഈ RLV രാമകൃഷ്ണൻ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്ത്രീ ഇപ്പോഴും നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മാറുന്നില്ല. അതും നിറത്തിൽ അല്ലെങ്കിൽ ഒരു വർണ്ണം, ആ വർണ്ണവരിയുടെ ഒക്കെ ഒരു ഏറ്റവും അങ്ങേയറ്റത്തെ അധ്യായമായി കണക്കാക്കേണ്ടിയിരിക്കും വരും ഈ സത്യഭാമ ജൂനിയർ എന്ന് പറയുന്ന ഈ നൃത്താധ്യാപികയെ. കലാമണ്ഡലം സത്യഭാമ എന്ന് സൂചിപ്പിക്കണോ എന്നുള്ളതാണ് സംശയം. എന്താണെങ്കിലും ഈ സാമൂഹ്യ രംഗത്ത് നിന്ന് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റ് കാര്യമായിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ അതെന്തെങ്കിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എൽദോ, കഴിഞ്ഞ ദിവസം തന്നെ ഈ മേതിൽ ദേവിക, ഭാഗ്യലക്ഷ്മി പോലുള്ള ആളുകൾ ഇവർക്കെതിരെ വലിയ വിമർശനവുമായി വന്നു. അപ്പോഴും സത്യഭാമ ഈ വാളാകുന്ന നാക്കുകൊണ്ട് അവരെയൊക്കെയും അരിഞ്ഞു വീഴ്ത്താനുള്ള ശ്രമമാണ് നടത്തിയത്.
അത് അവർക്ക് അതേ അറിയാവൂ എന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഒരു ശൈലിയും അവരുടെ ഒരു സംസാര രീതിയും അവരുടെ ആകത്തുക ഈ പറയുന്നത് പോലെ ജൂനിയർ സത്യഭാമയ്ക്ക് അങ്ങനെ പെരുമാറാൻ കഴിയൂ. അത് അവർ ഇന്നലെ ഇതിനെതിരെ പ്രതികരിച്ച ആളുകൾക്കെതിരെയും അങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനിയും കൂടുതൽ ആളുകൾ ഇന്നിപ്പോൾ ശ്രീകുമാരൻ തമ്പിയെപ്പോലുള്ള ഏറ്റവും മുതിർന്ന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വരുമ്പോൾ ഇനിയും ഒരുപക്ഷെ ഇവർ ഈ വിമർശനങ്ങൾ ഉന്നയിക്കാം. ഏതായിരുന്നാലും ആ വീട്ടിൽ കഴിയേണ്ടി വന്നതിൻ്റെ ദുരവസ്ഥ ഒരു പെൺകുട്ടി നമ്മളോട് വിവരിച്ചതാണ്. സത്യഭാമയുടെ ഭർത്താവ് നേരത്തെ തന്നെ അവർ പിരിഞ്ഞു പോയിരുന്ന ഡിവോഴ്സാണ്. അതിനുശേഷം മകനും അമ്മയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ വീട്ടിലേക്ക് ചെന്ന് കയറിയ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇതിൽ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൻ്റെ പേര് ഇവരോട് ചേർത്ത് വയ്ക്കുന്നത് അപമാനമാണെന്ന കാര്യം ഇന്നലെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും അതേ കാര്യം അദ്ദേഹം നിലപാടെടുത്തു. അപമാനമാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പേര് എന്നോട് ചേർത്ത് മഹത്തായ സ്ഥാപനങ്ങളുടെ പേരുകൾ വയ്ക്കുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ ജൂനിയർ സത്യഭാമ പൊതുവിൽ വിമർശന വിധേയയാകുന്നുണ്ട്. പക്ഷേ അവർ തിരുത്തുമോ എന്നതാണ്. തിരുത്താനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി അവർ നൽകുന്ന അഭിമുഖങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളായി പുറത്തു വരുന്ന വാക്കുകൾ, ഇതെല്ലാം തന്നെ അവരുടെ ധാരണയിൽ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ അവർ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിനെതിരെ വലിയ വിമർശനം വരുമ്പോൾ വിമർശിക്കുന്നവരെ കൂടി അവർ വാക്കുകൾ കൊണ്ട് അടിച്ചില്ലാതാക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ ചിലവിലാണോ ഞാൻ കഴിയുന്നതെന്ന ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ആരുടെയെങ്കിലും ചിലവിലോ മറ്റുമല്ലല്ലോ ആളുകളെ എന്തും പറഞ്ഞ് അധിക്ഷേപിക്കുക എന്നുള്ളതിന് ആരുടെയെങ്കിലും ചിലവിൽ കഴിയുക, അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അതിനൊരു ലൈസൻസ് ആക്കുക അല്ലല്ലോ. അപ്പോൾ ജൂനിയർ സത്യഭാമ ഇങ്ങനെയാണ് എന്ന് നമ്മളും കരുതേണ്ടിയിരിക്കുന്നു. ശരി, ഈ വിനോദാണ് വിവരങ്ങൾ നൽകിയെന്നാലും മരുമകളുടെ മുഖത്തടിച്ച് മാല പൊട്ടിച്ച മഹത് ശ്രീയുടെ FIR വിവരങ്ങളും ഒപ്പം അറളി രാമകൃഷ്ണന്റെ എതിരായിട്ടുള്ള പരാമർശത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നടപടിയുമൊക്കെയാണ് വിനോദ് വിശദീകരിച്ചത്. പോയാൽ വീണ്ടും നൈറ്റ് കർഫ്യൂ കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥികൾ കലാലയ കവാടം ഉപരോധിച്ചു. നടപ്പിലാക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥി യൂണിയനുകളുമായി ചർച്ച നടത്താത്തതിലും വിദ്യാർത്ഥി യൂണിയനുകളുടെ മെയിൽ ബ്ലോക്ക് ചെയ്തതിലും പ്രതിഷേധിച്ചാണ് ഉപരോധം. കർഫ്യൂ നടപ്പാക്കിയതോടെ രാത്രി 11 മണി വരെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുമതിയുള്ളൂ എന്നുള്ളതാണ് വിവരം. MS അനീഷ് കുമാർ നൽകുന്ന വിവരങ്ങൾ. അനീഷ്, ഈ NIT പോലുള്ള സ്ഥാപനത്തിൽ ഇത്രമാത്രം ഒരു നിയന്ത്രണം കൊണ്ടുവരാനുള്ള സാഹചര്യം എന്താണ്? എൽദോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഒരു ക്യാമ്പസാണ് NITയുടെ ക്യാമ്പസ്. 2022 സമാനമായ ഒരു കർഫ്യൂ ഉത്തരവ് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അന്ന് വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും അത്തരത്തിലെ നൈറ്റ് കർഫ്യൂ പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ കഴിഞ്ഞ 20-ന് ഇറങ്ങിയ ഉത്തരവനുസരിച്ച് രാത്രി 11 മണി വരെ മാത്രമാണ് ക്യാൻറ്റീൻ കോളേജിൽ പ്രവർത്തനം നടക്കുക. 12 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾ കോളേജ് ഹോസ്റ്റലിൽ കയറണമെന്ന നിർബന്ധമായ ഉത്തരവും ഇറക്കിയിരിക്കുന്നു. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് ഈ സ്റ്റുഡൻറ് വെൽഫെയർ ഡീൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. ക്യാമ്പസിലേക്ക് അനിയന്ത്രിതമായി വിദ്യാർത്ഥികൾ ഏത് സമയത്തും പ്രവേശിക്കുന്നു. ഒപ്പം രാത്രി വൈകി തുറന്നു പ്രവർത്തിക്കുന്നതും സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിലക്ക് അല്ലെങ്കിൽ ഈ നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം 11 മണിയോടെ ക്യാൻറ്റീൻ അടയ്ക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ഇതിനൊരു കാരണവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം വൈകി ഭക്ഷണം കഴിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ ക്യാൻറ്റീനുകൾക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ഒപ്പം രാത്രി വൈകിയുള്ള യാത്രകൾ ഈ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്നു. ഇതുമൂലം കുട്ടികൾക്ക് കൃത്യമായി ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ ഉറക്കക്കുറവ് കുട്ടികളുടെ ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഒരു നൈറ്റ് കർഫ്യൂ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ വളരെ രൂക്ഷമായി തന്നെയാണ് ഈ നൈറ്റ് കർഫ്യൂവിനോട് പ്രതിഷേധിക്കുന്നത്. അവർ ഇന്ന് കോളേജ് കവാടം ഉപരോധിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ചില പ്രശ്നങ്ങൾ ഈ NIT ക്യാമ്പസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നിരവധി തവണ വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ രാജ്യത്തിൻ്റെ ഭൂപടം തെറ്റായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് ഒരു വിദ്യാർത്ഥി പ്രതിഷേധിച്ചപ്പോൾ ആ വിദ്യാർത്ഥിയെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് വലിയ പ്രക്ഷോഭം
കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചതോടുകൂടി കുട്ടിയുടെ പുറത്താക്കൽ കോളേജ് പിൻവലിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അവിടുത്തെ അധ്യാപികയായ ഷൈജ അണ്ടവൻ ഈ ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ പ്രകീർത്തിച്ചുള്ള പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്തത് വിവാദമുണ്ടായത്. ഇതേ തുടർന്നൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ദിവസങ്ങളോളം ക്യാമ്പസിന് മുന്നിലും ക്യാമ്പസിനകത്തുമൊക്കെ അലയടിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരം പ്രതിഷേധങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരമൊരു രാത്രി നിരോധനം ക്യാമ്പസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം എതിർപ്പ് ഉളവാക്കുന്ന ഒരു തരത്തിലുള്ള കർഫ്യൂ ആണ് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ്, വലിയ മത്സര പരീക്ഷകൾ എഴുതി രാജ്യത്ത് തന്നെ ഏറ്റവും നിലവാരം ഉള്ള വിദ്യാർത്ഥികളാണ് ഇത്തരം ക്യാമ്പസുകളിൽ പഠിക്കുന്നത്. അവർ കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ അവർക്കറിയാം. അവർക്ക് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് ഒരു തരത്തിലുമുള്ള ശരിയായ നടപടിയല്ല എന്നാണ് അവർ പറയുന്നത്. എൽദോ, ഉറപ്പായിട്ടും നമുക്ക് സർവകലാശാലകളിലെ ക്യാമ്പസുകളിൽ നമ്മൾ ഇതുപോലെയുള്ള പല നിയന്ത്രണങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം. ഈ അനീഷ്, ഈ NIT പോലുള്ളൊരു ക്യാമ്പസിൽ രാത്രി 11 മണി വരെ മതി അവിടുത്തെ സ്വാതന്ത്ര്യം, അത് കഴിഞ്ഞാൽ റൂമിൽ കയറിക്കൊള്ളണം എന്നുള്ള നിലപാടൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം വിരോധാഭാസമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി ഈ ഡീനിന്റെ പ്രതികരണം പിന്നീട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഈ പ്രതിഷേധത്തോടൊക്കെ അദ്ദേഹം ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണോ? അവർ ഈ ഡീനിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇതിനകം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു കൃത്യമായ പ്രതികരണം മാധ്യമങ്ങൾ ചോദിച്ചാലൊന്നും NIT ക്യാമ്പസിൽ നിന്നും നൽകുന്ന ഒരു സാഹചര്യമില്ല. ഈ വിശദീകരണം ചോദിച്ച വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളുടെ ഇമെയിൽ ബ്ലോക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഡീൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളോട് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം വിദ്യാർത്ഥികളുമായി യാതൊരു ആശയവിനിമയം നടത്താതെ എന്തിനാണ് ഇത്തരം ഒരു നൈറ്റ് കർഫ്യൂ നടപ്പിലാക്കിയതെന്ന് വിദ്യാർത്ഥികളെ മനസ്സിലാക്കിക്കാതെ ഈ വിദ്യാർത്ഥി യൂണിയനുകൾ യാതൊരു ആശയവിനിമയവും നടത്താതാണ് ഇത്തരമൊരു ഏകപക്ഷീയമായ തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ആ ഇമെയിലുകൾ ബ്ലോക്ക് ചെയ്താണ് കോളേജിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ ഡീനിൻ്റെ ഭാഗത്തു നിന്നും പ്രതികാരം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് പറയുന്നത്. 2022 സമാനമായ നൈറ്റ് കർഫ്യൂ ഉത്തരവ് ഇറങ്ങിയപ്പോൾ അന്ന് പല്ലും നഖവും ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ ആ ഉത്തരവിനെ നേരിടുകയും പിന്നീട് ആ തീരുമാനം പിൻവലിക്കേണ്ടിയും വന്നത്. എന്തായാലും 24 മണിക്കൂർ സജീവമായൊരു ക്യാമ്പസ് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ വെച്ചേക്കുന്നത്. അതിന് ഈ ഭക്ഷണം കഴിക്കുന്നതിലെ സമയം വൈകുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു എന്നതൊന്നും ഒരു തരത്തിലുമുള്ള കാരണമായി വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്നില്ല. കാരണം പുലർച്ചയോളം അല്ലെങ്കിൽ രാവ് മുഴുവൻ പഠിച്ചിട്ടൊക്കെയാണ് പിറ്റേ ദിവസം കുട്ടികൾ ക്ലാസ്സിൽ വരാറുള്ളത്. കാരണം അത്രയധികം പഠിക്കാൻ സാമഗ്രികൾ ഉള്ള ഒരു കോഴ്സുകളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് കേവലം ഉറക്കക്കുറവ് എന്ന കാരണമൊന്നും ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരം നൽകിയത്. പനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും മികവുള്ള വിദ്യാർത്ഥി സമൂഹങ്ങളിലൊന്നാണ് NIT-യിലുള്ളത്. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്ത ബോധമുണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അതിനെ ഉറക്കം കുറഞ്ഞു എന്നുള്ള പേരിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്ന ഡീൻ അത് പുനഃപരിശോധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്പോട്ട്ലൈറ്റ് വീണ്ടും മറ്റ് വിഷയങ്ങളുമായി നാളെ വീണ്ടും ചേരും. നമസ്കാരം.